തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പ്, PV അൻവറിന്റെ പ്രവേശനം, KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് K സുധാകരനെ മാറ്റണമോ, അതുപോലെ തന്നെ പുനഃസംഘടന അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുവാൻ സാധ്യതയുണ്ടായിരുന്ന KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വലിയ സംഘർഷമാണ്, വലിയ തർക്കമാണ് ഇന്നലെ ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് VD സതീശനും AP അനിൽകുമാറും തമ്മിലുള്ള സംഘർഷമായിരുന്നു പ്രധാനമായും ആ യോഗത്തിൽ ഉണ്ടായിരുന്നത്. ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായി എല്ലാ നേതാക്കന്മാരും മുൻപോട്ട് വെച്ച കാര്യം ഐക്യമായിരുന്നു. ഐക്യമുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് മുൻപോട്ടുള്ള ഒരു കുതിപ്പുണ്ടാകൂ എന്നും, ഇല്ലെങ്കിൽ മൂന്നാം തവണയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ട സ്ഥിതി പാർട്ടിക്കുണ്ടാകുമെന്ന ഓർമ്മപ്പെടുത്തലും പ്രധാനപ്പെട്ട ചില നേതാക്കന്മാർ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉന്നയിച്ചു. പ്രശ്നങ്ങൾ ഓരോന്നും ഇരുന്ന് ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തി മുൻപോട്ട് പോയില്ല എങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ലാത്ത സാഹചര്യത്തിലേക്കായിരിക്കും കാര്യങ്ങൾ വഴിത്തിരിഞ്ഞു പോവുക എന്ന ഓർമ്മപ്പെടുത്തലും KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ വ്യക്തമായി ചില നേതാക്കന്മാർ ഉന്നയിച്ചു. ചർച്ചയ്ക്കിടയിൽ തർക്കമുണ്ടായതിന്റെ പ്രധാന കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചർച്ചയിലെ പ്രധാന കാരണങ്ങൾ ഓരോന്നും എടുത്തു പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുകയായിരുന്നു. അതിനിടയിൽ 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇപ്പോഴേ മുൻകരുതലുകൾ എടുക്കണമെന്നും, ഇപ്പോഴേ കാര്യങ്ങൾ ഓരോന്നും ശ്രദ്ധിച്ച് മുൻപോട്ട് നീക്കണമെന്നും, ഓരോ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കും ഓരോ മണ്ഡലങ്ങളിലെയും ചാർജ് നൽകിക്കൊണ്ട് കൃത്യമായ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കണമെന്നും, 60-ലേറെ സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ മുൻപോട്ട് പോകണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് തൊട്ടു മുമ്പാണ് AP അനിൽകുമാർ എന്ന കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്തിനാണ് ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും, ചർച്ച ചെയ്തല്ലേ തീരുമാനങ്ങൾ എടുക്കേണ്ടതെന്നും, പ്രതിപക്ഷ നേതാവ് എന്തിനാണ് ഏകാധിപത്യത്തിന്റെ സ്വരം ഉയർത്തുന്നത് എന്ന തരത്തിലേക്കുള്ള ചോദ്യം ഉയർത്തുകയും ചെയ്തു. ഈ സമയം പ്രതിപക്ഷ നേതാവ് VD സതീശൻ തനിക്ക് അഭിപ്രായം പറയുവാനുള്ള അവകാശമില്ലേ എന്ന മറുചോദ്യം ചോദിക്കുകയും പ്രസംഗം പാതിവഴിയിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ AICCയുടെ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ ഇടപെടുകയും പ്രസംഗം പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിൽ പോലും താൻ ഇനി പ്രസംഗം തുടരാൻ തയ്യാറല്ല എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു രൂക്ഷമായ തർക്കം AP അനിൽകുമാറും പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിൽ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ ഇവിടെ അജണ്ടകൾ തീരുമാനിക്കേണ്ടത്? അജണ്ടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ എന്തിനാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത് എന്നടക്കമുള്ള രൂക്ഷമായ ചോദ്യങ്ങൾക്ക് ചില നേതാക്കന്മാർ പിന്തുണ അർപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി അവിടെ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സൂര്യനാട് രാജശേഖരൻ എന്ന കോൺഗ്രസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഉന്നയിച്ച ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വസതി കോൺഗ്രസുകാർക്ക് ഒരു അഭയകേന്ദ്രമായി നിൽക്കുന്നില്ല എന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം കൂടി സൂര്യനാട് രാജശേഖരൻ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി ഉന്നയിക്കുകയുണ്ടായി. അതിനോടൊപ്പം വയനാട് DCC ട്രഷററുടെ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം എടുത്ത നിലപാട് ശരിയായിരുന്നില്ല. ആ കുടുംബത്തിലെ അംഗങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു രീതിയായിരുന്നു സംസ്ഥാന നേതൃത്വം എടുക്കേണ്ടിയിരുന്നത്. എന്നാൽ മൗനം അത് തീർത്തും തെറ്റായ ഒരു കാര്യമായിരുന്നു. ഇത്തരത്തിലായിരുന്നില്ല സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തെ ഏറ്റെടുക്കേണ്ടിയിരുന്നത്. സൗമ്യമായി വാത്സല്യത്തിന്റെ ശബ്ദത്തോടുകൂടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പാർട്ടി പ്രവർത്തകരുടെ പ്രശ്നങ്ങളൊക്കെ ഏറ്റെടുത്തിരുന്ന K കരുണാകരനെ പോലെയുള്ള ഒരു നേതാവ് ഭരിച്ചിരുന്ന കേരള സംസ്ഥാനമാണ്, നേതാവ് ഭരിച്ചിരുന്ന പാർട്ടിയാണ്. ആ രീതിയും സ്വഭാവവും ഒക്കെ കോൺഗ്രസിലെ നേതാക്കന്മാർ കാണിക്കണം. സാധാരണക്കാരായ ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരുടെ കുടുംബത്തെയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരു രീതി കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം മുൻപോട്ട് വെക്കണമെന്ന് സൂര്യനാട് രാജശേഖരന്റെ പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നായിരുന്നു അത്. അതിനോടൊപ്പം ഐക്യമില്ലെങ്കിൽ മൂന്നാമതും പ്രതിപക്ഷത്തിരിക്കേണ്ട സ്ഥിതി ഉണ്ടാകും. അതുകൊണ്ട് ഐക്യത്തോടുകൂടി മുൻപോട്ട് പോയേ മതിയാകൂ എന്ന AICC ഭാരവാഹികൾ അടക്കമുള്ളവർ ഇന്നലെ KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ പറയുകയുണ്ടായി. AICCയുടെ പ്രതിനിധിയായി യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ ദീപാദാസ് മുൻഷി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിനിടയിൽ ഒരു ഐക്യമില്ല. ആ ഐക്യമില്ല എങ്കിൽ വലിയ പരാജയത്തിലേക്ക് കോൺഗ്രസ് കൂപ്പുകുത്തി വീഴും. ആ ഐക്യത്തോടെ മുൻപോട്ട് പോകുവാൻ നിങ്ങൾ തയ്യാറല്ല എങ്കിൽ താൻ AICCയുടെ ഈ സംഘടന ഏൽപ്പിച്ച ഈ ചുമതല താൻ ഉപേക്ഷിക്കും. താൻ കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് പിന്മാറും. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിലേക്ക് പോകരുത്. ഏകാധിപത്യത്തിന്റെ സ്വരങ്ങളോ അല്ലെങ്കിൽ എതിർപ്പുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഐക്യത്തോടുകൂടി സംസ്ഥാന നേതൃത്വം മുൻപോട്ട് പോകണമെന്ന ആവശ്യം ദീപാദാസ് മുൻഷി മുൻപോട്ട് വയ്ക്കുന്നു. അതിനോടൊപ്പം ബെന്നി ബെഹനാൻ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് എല്ലാ മാസവും രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരണം, പ്രശ്നങ്ങൾ ഓരോന്നും ഇരുന്ന് പരിഹരിക്കണം, ഐക്യത്തോടുകൂടി മുൻപോട്ട് പോകണമെന്ന ബെന്നി ബെഹനാനും ആ യോഗത്തിലെത്തിയ ബഹുഭൂരിപക്ഷം വരുന്ന നേതൃയോഗത്തിലുള്ള നേതാക്കന്മാരും മുൻപോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഐക്യത്തോടു കൂടിയുള്ള മുന്നേറ്റമായിരുന്നു. അതിന്
അഭിപ്രായം എന്ന പോലെ അവിടെ ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഐക്യത്തോടു കൂടി ഒന്നിച്ച പത്രസമ്മേളനം നടത്താം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതെന്നായിരുന്നു. അതിനെ എല്ലാവരെയും ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. എന്തായാലും തർക്കങ്ങൾക്കൊടുവിൽ ഐക്യത്തോടു കൂടി മുൻപോട്ട് പോകുവാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ കോൺഗ്രസിനെ സംബന്ധിച്ച ഒരു വമ്പൻ പോരാട്ടം തന്നെയാണ്, ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ്.